ഞാൻ അവരോട് ഇത്തിരി സംസാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു പഴയ ചങ്ങാതിയാ. അവർക്ക് കുട്ടികളെ കാണണ്ടേ? കാണണം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആനയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. ആനിക്ക് മാത്രമല്ല, നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ്. എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ രണ്ടുപേരെന്നൊക്കെ പറയുമ്പോൾ, അതും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു കുട്ടി എന്ന് വെച്ച് അവനെ ഞാൻ ഉപേക്ഷിക്കുകയല്ല. അതിന് പറ്റിയ ആൾക്കാരെ നമുക്ക് വേറെ നോക്കാം. എനിക്കൊന്ന് ആലോചിക്കണം. മതി, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഏതായാലും അവര് കുട്ടികളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ, അല്ലേ? ആ എടോ പറയിച്ച ഇത് വർഗീസ് കൂനമ്മാവിൽ മേരിക്കുഞ്ഞ്. അറിയാമല്ലോ? അറിയാം. ആനി. ആന്റിക്കും അങ്കിളിനും ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് അങ്കിൾ. വെരി ഗുഡ് മോർണിംഗ്. മക്കളുടെ പേരെന്തൊക്കെയാ? ഞാൻ റോണി, ഇവൻ ടോണി. മേരിക്കുഞ്ഞ ചട്ടം മാത്രം മിണ്ടുന്നുള്ളല്ലോ. ഇനി മറ്റോ വല്ല പൊട്ടണോ മറ്റോ ആണോ? നിങ്ങളൊന്നും മിണ്ടാതിരി. എനിക്ക് അതുങ്ങളെ കണ്ടിട്ടൊന്നും കൊതിയാവുന്നു. മോനെ, നീ എന്തിനാ അതെടുത്ത് വെക്കുന്നേ? അവിടെ വേറെ സ്കൂളല്ലേ, ഇവിടെ വെച്ചോ. ഒന്ന് കീറുമ്പോ നിനക്കിടാവല്ലോ. എന്റെ മോൻ നല്ലോണം പഠിക്കണം. എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം. ആരോടും വഴക്കുണ്ടാക്കരുത്. അവിടെ ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാ അമ്മേ? എന്റെ മോനെ, ഞാനെടുത്തോളാം. വേണ്ട, ഞാനെടുത്തോളാം. മോനെ, ഇപ്പൊ പുറപ്പെട്ട കടടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ചെല്ലാം. അച്ചോ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വാവാ. ആനിയോട് എന്ത് പറഞ്ഞിട്ട് പോണോന്ന് എനിക്കറിയില്ല. എന്തായാലും യാത്ര പറയുന്നില്ല.
റോണി, എന്താ മോനെ, നീ എന്താ ആലോചിക്കുന്നേ? ചേച്ചി എന്നാ പോകുന്ന? എവിടെ? റോണിയും മോനും പോയ പോലെ പുതിയ വീട്ടിലേക്ക്. അമ്മ പറഞ്ഞല്ലോ ഇന്ന് ആള് വരുമെന്ന്. ഞാൻ എവിടെയും പോവില്ല. നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല, ഒരു വീട്ടിലേക്കും ഇല്ല. മക്കൾ എനിക്ക് മൂന്നാ. മൂത്തവൻ ജോസ് കുട്ടി ഒരു വിമാനാപകടത്തിൽ മരിച്ചു. രണ്ടാമത്തവൻ ജോയ് കുടുംബവുമായിട്ട് കാനഡയിൽ സെറ്റിൽ ചെയ്തു. അവിടുത്തെ പൗരത്വമായി. പിന്നെ മോളി, അവളും കുടുംബവും അമേരിക്കയിലാണ്. അതും ഇപ്പോഴത്തെ പരുവം കണ്ടിട്ട് അവിടെയൊക്കെ തന്നെ ഉറയ്ക്കുന്ന മട്ട. പിള്ളേരെ കാര്യം നിർബന്ധിക്കുന്നുണ്ട്. എന്നാലും വയ്യാതെ കിടക്കുന്ന അന്നാമ്മയും കൊണ്ട് ഞാൻ എങ്ങോട്ട് വരും? മരിക്കുന്നെങ്കിൽ ഈ നാട്ടിൽ കിടന്ന് മതി. ഒന്ന് മിണ്ടാനും പറയാനും പോലും ആരും ഇല്ലാത്ത അവസ്ഥയിലാ അവറാച്ചനും കൊച്ചമ്മയും. ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോ തന്നെ എടുപിടിയെന്നും പറഞ്ഞ് ചാടി പുറപ്പെടുകയായിരുന്നു. ഒരുപാട് കാലമായിട്ട് ഞങ്ങളുടെ ആലോചനയുള്ള വിഷയമാ താൻ വന്ന് പറഞ്ഞത്. കുഞ്ഞിനെ എന്നോടൊന്നും ചോദിക്കാനില്ലേ? എനിക്ക് ആനിയമ്മയുടെ മകളെ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ വളർന്നു. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും അവളുടെ 3 തലമുറയ്ക്ക് കഴിയാനുള്ളത് അവിടെ ഉണ്ട്. അതൊക്കെ നിയമപരമായി അവളുടെ പേരിലേക്ക് ആക്കും. മക്കളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് ഒരു തീർന്നില്ലേ ആനിയമ്മേ? എനിക്ക് അടുത്ത ആഴ്ച വരാൻ മോളെ. അവളവിടെ മീനു. മീനു മോളെ. മീനു, അടുത്ത ആഴ്ച വരാൻ മോളെ. ഞാൻ പോകുന്നില്ല. പോവാതെ പിന്നെ? അമ്മയെ റോണി ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല, അത് ഉറപ്പാ. na 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 na